ഹേ ഒരുവണ്ണ പിന്നെ എൻ്റെ ഒരു ഡിന്നർ റൂട്ടീൻ ആവട്ടെ. അപ്പം ഞാൻ ഇന്ന് ഷോപ്പിൽ നിന്ന് വന്നിട്ട് ഉണ്ടാക്കാൻ പോണത് ദോശയാണ്. ദോശപ്പൊടി ഓൾറെഡി മേടിച്ച് വന്നിട്ടുണ്ടായി. ഈ ദോശപ്പൊടി നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദോശയില്ലേ, തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ദോശ തന്നെ കിട്ടും കേട്ടോ. ഇത് വെച്ച് ഉണ്ടാക്കുമ്പോൾ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ദോശ ഉണ്ടാക്കിയാൽ പിന്നെ കഴിച്ചോളൂ എല്ലാവരും. അതിപ്പോൾ രാവിലെ ആണെങ്കിലും കുഴപ്പമില്ല, രാത്രി ആണെങ്കിലും കുഴപ്പമില്ല, ദോശയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ ഓംലേറ്റും കൂടി ഉണ്ടാക്കിയിട്ടാ. ഞങ്ങൾ 4 പേരുണ്ട്. 4 പേർക്ക് ഓരോ മുട്ട വെച്ചിട്ട് ഒരുമിച്ച് കലക്കിയിട്ടാണ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കണത്. അപ്പോൾ നോക്കി പകുതിക്ക് വെച്ച് മുട്ടയൊക്കെ പൊട്ടിപ്പോയി. എനിക്ക് സങ്കടം വരും കുക്ക് ചെയ്തിട്ടുണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കണം. പിന്നെ എന്ത് ചെയ്യാൻ, അതൊക്കെ സഹിച്ചല്ലേ പറ്റൂ. അങ്ങനത്തെ ഈ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. ലാസ്റ്റ് ഞാനൊരു ഇച്ചിരി ദോശപ്പൊടി എടുത്തിട്ട് മറ്റേ ഊത്തപ്പം പോലെ ഉണ്ടാക്കി. അതെങ്ങനെ ഇങ്ങനെ നമ്മുടെ ഒനിയൻ ദോശയില്ലേ, ഒനിയൻ ദോശ പോലെ ഉണ്ടാക്കി. ജസ്റ്റ് സവാളയും പച്ചമുളക് പൊടിയും വെളിച്ചെണ്ണയും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ദോശേൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് നല്ല ടേസ്റ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമേ ഉദാഹരണം ഉണ്ടാകാനുള്ളൂ. ഇതാകുമ്പോൾ പ്രത്യേകിച്ച് ചട്നി ഒന്നും വേണ്ട. അങ്ങനത്തെ ഇപ്പോൾ നോക്കി ഞാൻ ഇപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുന്ന് പാത്രം കഴുകാനുണ്ടാവും. പിന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ ക്ലീനാക്കി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിന്നർ വരുന്നത്. എല്ലാവരും കഴിച്ചാൽ